നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വലിയ ട്വിസ്റ്റുകളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് 2 ട്വിസ്റ്റ് ഉണ്ടായി. രാവിലെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ആദ്യത്തെ കേസിൽ ഈ മാസം 15 വരെ, ശേഷം കേസ് കോടതി പരിഗണിക്കുക. അതേസമയം രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി അത് സംഭവിച്ചിട്ടില്ല, അറസ്റ്റ് തടഞ്ഞിട്ടില്ല. അതിപ്പം രണ്ടാമത്തെ കേസിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരിച്ചടി എന്ന് പറഞ്ഞാണ് വാർത്തകൾ വരുന്നത്. ഒരു കഥയില്ല. എനിക്ക് നമ്മുടെ ഈ ചാനലുകൾ എന്തോ കാരണത്താൽ നിഷ്പക്ഷത, നമ്മുടെ ചാനലുകളുടെ എക്കാലത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു കൃത്യമായ ഒരു അജണ്ട ഒരു വിഷയത്തിലുണ്ടെങ്കിൽ മെറിറ്റല്ല, അവർക്കുള്ള അജണ്ടയ്ക്കനുസരിച്ച് അവർ വാർത്ത സൃഷ്ടിക്കും. മാത്രമല്ല, നമ്മുടെ ചാനൽ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാവരും ഒരു സാധനം കൊടുക്കണമെങ്കിൽ നമ്മളെ തന്നെ കൊടുക്കാത്തതെന്ന് സ്വാഭാവികം ചോദിക്കും. അതുകൂടെ ചിലപ്പോൾ അബദ്ധമായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിൻ്റെ ഒരു അജണ്ടയുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം, കേരളത്തിലെ ചാനലുകൾക്കും പത്രങ്ങൾക്ക് അത്രയില്ല, കേരളത്തിലെ മുഴുവൻ ചാനലുകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ഒരു അജണ്ടയുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. അതൊരു പക്ഷേ ഇവരുടെ റിപ്പോർട്ടർ ചാനലിനോടും ന്യൂസ് മലയാളത്തോടുള്ള ഭയം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാവാം. കാരണം നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ കൃത്രിമമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി, റിപ്പോർട്ടർ ചാനൽ കൃത്രിമമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് ഇത്തരം സെൻസിറ്റീവ് വിഷയങ്ങൾ വരുമ്പോൾ ബാർക്ക് റേറ്റിംഗ് കൂടുതൽ മുമ്പിൽ വരാറുണ്ട്. അവർ ഇത്ര റിപ്പോർട്ടർമാരാണ് നിരത്തി എല്ലാ ഭാഗത്തു നിന്നും ചെയ്യും. അവർ അച്യുതാനന്ദൻ മരിച്ച ദിവസം അവർക്ക് വലിയ ആണല്ലോ ഇതായിരുന്നു. അതാണ് ഒരു തവണ അവർ ഒന്നാമതെത്തിയത്. പിന്നെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയും അവർക്ക് കിട്ടി. അപ്പം ഇവരതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയി അങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങളിൽ 80% പേരും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടുകയാണ് മാധ്യമങ്ങൾ എന്ന് വിശ്വസിക്കുന്നവരാണ് എൻ്റെ ധാരണ. ഇപ്പോൾ നമ്മുടെ ആ വീഡിയോ താഴെ കമൻസ് കാണുമ്പോൾ അറിയാം പല ആളുകളും കൊടുത്തിരിക്കുന്നത്. കമൻസ് മാത്രമല്ല, ഞാൻ ഈ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്. ജനങ്ങളുടെ പൾസിൻ്റെ അകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു CPM കാരനായിരുന്നെങ്കിൽ ഇതിങ്ങനെ ആവത്തില്ല, ഒരിക്കലും ഇല്ല. ഇവിടെ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്ന് ഇമേജ് കോൺഷ്യസ് ആണ്, ഒന്ന് ഓവർ കോൺഷ്യസ് ആണ്, ഓവർ കോൺഷ്യസ്. 2, ഒരുത്തൻ വീണാൽ ആ അവസരം കിട്ടും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതൊരു ഈ കോൺഗ്രസ്സുകാർക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തെ ഇവരെ വലിച്ചു കെട്ടി താഴെ, അതേസമയം മറുഭാഗത്ത് CPM-നെ എങ്ങനെയാണ് ഒരാളെ വീഴ്ത്തേണ്ടതെന്നും ആക്രമിക്കേണ്ടതെന്ന് നന്നായിട്ട് അറിയാം. അതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇവരെ അമിതാവേശത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയ്ക്കിറങ്ങി. അപ്പോൾ പത്രങ്ങൾ, മാധ്യമങ്ങൾ ഒരു വശത്തെ, ചാനലുകൾ ഒരു വശത്തെ, സോഷ്യൽ മീഡിയ ഒരു വശത്തെ, രാഷ്ട്രീയ പാർട്ടികൾ ഒരു വശത്തെ, കോൺഗ്രസ് പാർട്ടി ഒരു വശത്ത്, ഇങ്ങനെ എല്ലാവരും ഒരു വശത്ത് നിന്നപ്പോൾ രാഹുലിൻ്റെ ഭാഗമോ ആ ഒരു ഭാഷ്യമോ ആർക്കും വേണ്ടതായി. രാഹുൽ ഒന്നും പറഞ്ഞതുമില്ലായിരുന്നു. പറഞ്ഞിട്ടില്ല. രാഹുൽ നിശബ്ദതയാണ് പുലർത്തിയത് ഇതുവരെ. അപ്പം രാഹുലിനെ കൂടി കേൾക്കണം. ഞാൻ ഈ വേട്ടയ്ക്ക് എതിരാണ്. അയാൾ അധാർമികതയാണ് കാണിച്ചതെന്നാണ് എൻ്റെ ബോധ്യം. പക്ഷെ എങ്കിൽ പോലും രാഹുലിനെ ഇങ്ങനെ കല്ലെറിഞ്ഞു കൊന്ന് കുഴിച്ചു മൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു തോന്നലതാണ്. അയാൾ മനുഷ്യനാണ്, ബലഹീനതകൾ മനുഷ്യനാണ്. അപ്പോൾ അയാൾക്കുണ്ടായ വീഴ്ചകൾ അയാൾ അർഹിക്കുന്ന ശിക്ഷ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അയാളെ നിരന്തരം തുറുങ്കിലടയ്ക്കണമെന്നുള്ള ആ ഒരു വാശിയിലാണ് ഇന്ന് വൈകുന്നേരം വരുന്ന ഈ വാർത്ത. ഏത്? രാഹുലിന് തിരിച്ചടി. ഞാൻ ഏഷ്യാനെറ്റാണ് വെച്ചത്. അപ്പോൾ രാഹുലിന് ഒരു തിരിച്ചടിയുമില്ല. കാരണം സാധാരണഗതിക്ക് ഇപ്പോൾ എവിടെയാണ് ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നത്? 2ാം കേസിൽ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ഭരണഘടനാപരമായ അവകാശമൊന്നുമില്ല. അവർ ഒരിക്കലും ഇങ്ങനൊരു അറസ്റ്റ് തടഞ്ഞ് വിധി ഇറക്കാൻ, അല്ല ഇഞ്ചക്ഷൻ ആയിരിക്കണം, അങ്ങനെ അറസ്റ്റ് തടഞ്ഞുള്ളൊരു വിധി അവർ പറയാറില്ല. അവരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. അത് എത്രയും വേഗം പരിഗണിച്ച് അതിൽ തീരുമാനമെടുക്കുക എന്നല്ലാതെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിടുമ്പോൾ പോലീസിൻ്റെ ആക്ഷൻ്റെ മേലുള്ള ഇടപെടലാണ്. അതുകൊണ്ട് അതിനെ തിരിച്ചടി എന്ന് പറയുന്നത് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അധികാരമല്ല. ഞാൻ പറയുന്നത് ഒരു കോടതി ഒരു തീരുമാനം എടുക്കാൻ അവരൊക്കെ ജീവല്ലേ ചെയ്യുന്നത്. സെഷൻസ് കോടതികൾ പൊതുവെ അത്തരം കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നത് ഈ കോടതിയുടെ മുമ്പിൽ എത്തുന്നൊരു കേസിലെ ചില ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കാണ് ഒരു ഉത്തരം പറയുന്നത്. നിലനിൽക്കുമോ, ഇന്ന വകുപ്പ് നിലനിൽക്കുമോ, ഇന്ന വകുപ്പുള്ള ആൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കാമോ, മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളാണ് കോടതി അഡ്രസ്സ് ചെയ്യുന്നത്. ആ കോടതി ഉത്തരം പറയുന്നത് എവിടെ നോക്കിയാൽ 2 തരത്തിലാണ്. ഒന്ന്, 2 ഭാഗവും കേൾക്കുന്നു, 2 ഭാഗവും ചില വാദങ്ങൾ ഉന്നയിക്കുന്നു, എന്നിട്ട് നിയമം പരിശോധിക്കുന്നു. നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണോ അതും ഈ പറയുന്നതിൽ ഏതാണ് കൂടുതൽ ശരിയെന്ന് നോക്കിയിട്ടാണ് കോടതി നിഗമനത്തുന്നത്.
അപ്പം ഒരാളുടെ അറസ്റ്റ് തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണത്തെ ഒരുപക്ഷെ ബാധിക്കുന്ന തരത്തിലാവാം ഇത്. അപ്പം ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഇത് രണ്ടാമത്തെ കേസാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കേസ് ഇവിടെ പ്രസക്തമല്ല, അത് കഴിഞ്ഞു. ഇതേ കോടതി തന്നെ ഡിസ്പോസ് ചെയ്ത കേസാണ്. രണ്ടാമത്തെ കേസിൽ ഇപ്പം ഇരയുടെ മൊഴി എടുക്കേണ്ടതുണ്ടാവും. അപ്പം അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് ഇത് വലിയ ഗൗരവമേറിയ കുറ്റകൃത്യമാണെന്ന് ബോധ്യമായാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം സ്വാഭാവികമായും സെഷൻസ് കോടതി അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തുകയില്ല. അത് മാത്രം സംഭവിച്ചു. പക്ഷെ കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അതെ, ഇന്ന് ശനിയാഴ്ചയാണ്, തിങ്കളാഴ്ച ഒരൊറ്റ ദിവസമുള്ളൂ. ആ തിങ്കളാഴ്ച ഈ കേസ് കേൾക്കും എന്ന് പറയുന്നതിന് അതേസമയം കോടതി ഒരു 2 ആഴ്ചത്തേക്ക് മാറ്റുമായിരുന്നെങ്കിൽ തിരിച്ചറിയെന്ന് പറയുന്നത്. കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയും ഇതിനെന്ത് സംഭവിക്കും, അതാണ് എനിക്ക് അറിയേണ്ടത്. ഇനി എന്താ സംഭവം? കാരണം ഒരു കേസിൽ ഹൈക്കോടതി പറയുന്നു അറസ്റ്റ് വേണ്ട, സെഷൻസ് കോടതിയിൽ ഈ ഒരു സംഭവം വരുന്നത് തിങ്കളാഴ്ച കേസ് പരിഗണിക്കും. അപ്പോൾ രാഹുൽ പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അല്ല, അതിലേക്ക് വരാം. അപ്പൊ ആദ്യം ഈ കേസിൽ രണ്ടാമത്തെ കേസിൽ നിന്ന് സംഭവിക്കും. രാഹുലിനെ രണ്ടാമത്തെ കേസിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. ഇതേ കോടതിയാണ് ആദ്യത്തെ കേസിൽ പരിഗണിച്ചതും വളരെ മനോഹരമായൊരു വിധി എഴുതി ജാമ്യം നിഷേധിച്ചത്. ആ വിധി ചെറുതായിട്ട് കരുതരുത്. ആ വിധിക്കകത്ത് ഇതൊരു പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ട് എന്ന ആരോപണം തള്ളിക്കളയുന്നില്ല എന്ന് പറഞ്ഞാണ് വിധി പ്രഖ്യാപിച്ചത്. ഹൗവർ ഗർഭചിത്രം, ബലാത്സംഗം നടന്നിട്ടില്ല, ഗർഭചിത്രം, നിർബന്ധിത ഗർഭചിത്രം നടന്നിട്ടുണ്ട് എന്ന് ഒരു സംശയമുള്ളതുകൊണ്ട് ജാമ്യം നിഷേധിച്ചു. അതേ കോടതിയിലേക്ക് മറ്റൊരു കേസ് വരികയാണ്. അപ്പൊ ഈ കേസിന്റെ പശ്ചാത്തലം നോക്കൂ. ആരാണ് ഇര എന്ന് സർക്കാരിന് പോലും അറിയത്തില്ല. ഒരു ഇമെയിൽ വന്നു. ആരാണ് ഈ കേസിലെ പരാതിക്കാരൻ? അത് ശ്രദ്ധിച്ചോ? പോലീസിന്റെ എഫ്ഐആറിൽ രണ്ടാം കേസിൽ പരാതിക്കാരൻ ആരാന്നറിയാമോ? KPCC പ്രസിഡന്റാണ്. പോലീസ് എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് പരാതിക്കാരൻ. അപ്പോ അതായത് KPCC പ്രസിഡന്റ് എന്തറിയാം? എനിക്കൊരു സാധനം പറ്റും, ഞാൻ ഫോർവേഡ് ചെയ്തു. അപ്പൊ പോലീസിന് എന്തറിയാം? KPCC പ്രസിഡന്റ് ഒരു പരാതി അയച്ചു, അവർ എഫ്ഐആർ ഇട്ടു. KPCC പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തോ? എടുത്തില്ല. എടുത്താൽ KPCC പ്രസിഡന്റ് എന്ന് പറയും, എനിക്കറിയത്തില്ല, എനിക്കൊരു മെയിൽ വന്നു, ഞാൻ ഫോർവേഡ് ചെയ്തു. ഇതിന്റെ പേരിൽ എഫ്ഐആർ ഇട്ടു. ആ പരാതിയിൽ ആ ഇമെയിൽ വ്യാജമാവാം, അത് യാഥാർത്ഥ്യമാവണമെന്നില്ല. ഇനി അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് കരുതുക. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് നേരിട്ട് DGPക്ക് പരാതി കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി കൊടുക്കാമായിരുന്നു, കോടതി അറിയിക്കാമായിരുന്നു. അപ്പൊ ഈ ഇതൊന്നും സംഭവിച്ചില്ല. പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ടില്ല, സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല. ഇതൊക്കെ എടുക്കുമെന്ന് പത്രങ്ങൾ പറയുന്നത്. ആദ്യത്തെ കേസിലാണ് നേരെ തിരിച്ച് സംഭവിച്ചു. പെൺകുട്ടി മൊഴി എടുത്തു. അതായത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. പിന്നെ കൺസെന്റ് ഉണ്ടോ ഇല്ലയോ എന്നത് മാത്രമായിരുന്നു പ്രശ്നം. ഇവിടെ ഒരു നിഴൽ യുദ്ധമാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് ഞാൻ അപ്പോഴും പറയാറുള്ളത്, കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഓഫീസറായിരുന്നു വിൻസെന്റ് പോൾ. അദ്ദേഹത്തിന്റെ സൽപ്പേര് മുഴുവൻ പോയത് എസ് കത്തിയിലാണ്. ആ എസ് കത്തി അദ്ദേഹം പണിയിപ്പിച്ചെന്തിനാണ്? ആ കേസിൽ തെളിയണമെങ്കിൽ ആ കുത്തിയ കത്തി വേണം. കത്തി കണ്ടെത്താൻ പറ്റിയില്ല. അപ്പം ആ കുത്തിന്റെ ഒരു ശാസ്ത്രീയ പഠനം നടത്തിയിട്ട് കുത്ത് എങ്ങനെ കൊണ്ടു അതിന് പറ്റിയ കത്തി പണിയിപ്പിച്ചു. അദ്ദേഹത്തെ കുറിച്ച് രസകരമായ ഒരു കഥ ഇടയ്ക്കാൻ കേട്ടിരുന്നു. അദ്ദേഹം കാര്യവട്ടത്താണ് പഠിച്ചത്. എനിക്കത് അറിയില്ലായിരുന്നു. അദ്ദേഹം കാര്യവട്ടത്ത് പഠിക്കുന്ന സമയത്ത് കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് അദ്ദേഹം മത്സരിച്ചു. പ്രിയദാസ് ചേട്ടനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. മംഗലത്ത് ആയിരുന്നു. അപ്പം ഇവരാകെ പെട്ടുവൊരു കാര്യം, ഈ വിൻസെന്റ് പോളിന് ഇത്രയും ഒരു ജനപ്രീതിയുള്ള ഒരാളാണ്. ഭയങ്കര പോപ്പുലറാണ്. പുള്ളിയെല്ലാം മിടുക്കാൻ സുന്ദരനായ ആളുകൾ എല്ലാവർക്കും ഇല്ല. അപ്പം ഇങ്ങനെ തോൽപ്പിക്കുമെന്നുള്ള പ്രശ്നമാണ്. അങ്ങനെയാണ് പ്രിയദാസ് ചേട്ടൻ അവസാനം പ്രിയദാസ് കഷ്ടിച്ച് ഇദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി. പ്രിയദാസ് പക്ഷേ പ്രത്യേകിച്ച് ഒരിടത്ത് എത്തിയില്ല. അതിന് ശേഷം സ്വന്തം ബിസിനസ് ഒക്കെ നന്നായി ആ മേഖലയിൽ അദ്ദേഹം അങ്ങ് പോയി. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ കാർ മോഷണം പോയ സംഭവം, അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഒരുത്തനെ ആക്രമിച്ച എനിക്ക് തോന്നുന്നു അദ്ദേഹം വേൾഡ് മലയാളി എന്തോ ഒരു സാധനത്തിന്റെ ആളൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ ഒത്തിരി കാര്യം പണ്ട് ഒരു 10-20 കൊല്ലം മുമ്പ് എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഞങ്ങളുടെ കാര്യത്തോടെ ഞങ്ങളുടെ അലൂമിനി അസോസിയേഷന്റെ ഭാരവാഹി അദ്ദേഹമാണ്. നമ്മുടെ കവി റോസ്മേരി ആയിട്ടല്ലോ. ആ റോസ്മേരിയുടെ ഹസ്ബൻഡ് ഒരു പ്രിയദർശന അല്ലല്ല, അദ്ദേഹത്തിന്റെ പേര് പ്രിയൻ സി ഉമ്മ എന്നല്ലേ? അങ്ങനെ പ്രിയൻ. അപ്പൊ അവര് തമ്മിൽ എന്തോ സൗഹൃദവും അടുപ്പവും സൗഹൃദമുള്ള ആളാണ്. അപ്പം നമ്മൾ പറഞ്ഞ കേസ് ഈ വിൻസെന്റ് പോളാണ്. ഇതേ ഒരു ആളുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഒരു പരാതിയാണ് അവരുടെ കോടതി എല്ലാം ഭംഗിയായി ആദ്യത്തെ എല്ലാ നടപടികളും പൂർത്തിയായി. ഈ രണ്ടാമത്തെ കേസിൽ അപ്പൊ അവിടെയാണ്. അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ ഇതിനിടയിൽ അതുകൊണ്ട് തന്നെ ഈ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 99% ആണ്. കാരണം പ്രത്യേകിച്ച് ആദ്യത്തെ കോടതി മുൻവിധിയില്ലാത്ത കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്ന കോടതി. കാരണം ഇത് ആദ്യത്തെ കേസ് അവിടെ ഒരു റേപ്പ് ഉണ്ട്, കൺസെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട് എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മൊഴി കൊടുത്തത്. അത്തരമൊരു അങ്ങനെ തുറന്ന മനസ്സോടുകൂടി ഈ കേസിനെ കൈകാര്യം ചെയ്യുന്ന ഒരു കോടതി, ആ കോടതിയിലേക്ക് അറ്റവും തുമ്പും ഇല്ലാത്തൊരു കേസ് വരുമ്പോൾ ഈ പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ട് എന്നുള്ള ആരോപണം ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്ന കോടതി വളരെ ജാഗ്രതയോടുകൂടി ഇത് കാണുകയുള്ളൂ. അതുകൊണ്ട് 99.9% ഈ രണ്ടാമത്തെ കേസിൽ തിങ്കളാഴ്ച ജാമ്യം കിട്ടും. അതാണ് ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം. അതേസമയം ആദ്യത്തെ കേസിൽ എന്ത് ഹൈക്കോടതി സംഭവിച്ചു അതല്ലേ? അതെ, ആദ്യത്തെ കേസിൽ സംഭവിച്ചിട്ടുള്ള അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് 15-ാം തീയതി വരെ. അപ്പോൾ അറസ്റ്റ് തടഞ്ഞതിൻ്റെ സാഹചര്യങ്ങൾ നോക്കുക. ഈ കേരള ഹൈക്കോടതിയിലെ ഒരുപാട് വക്കീലന്മാരുണ്ട്. ഇപ്പോൾ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന വക്കീലൊന്ന് രാമപിള്ള സാറാണ്, വിജയഭാനു സാറാണ്, പിന്നെ നമ്മുടെ ഉദയഭാനു ഉണ്ടായിരുന്നു, അദ്ദേഹം കൊലപാതക കേസിൽ പ്രതിയായിട്ട് മാറിപ്പോയി. പക്ഷേ പിന്നീട് കുറേ അധികം വക്കീലന്മാരുണ്ട്. അതിൽ ചിലർ വളരെ ഹൈ പെർഫോമിംഗ് വക്കീൽ. അതിലൊരാൾ എസ് രാജീവ്. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു കേസിൽ നമുക്ക് ഒരു കേസിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതി എടുത്തുന്ന അദ്ദേഹമാണ്. നിരവധി വക്കീലന്മാർ നമ്മൾ ഒരു കേസിൽ അദ്ദേഹം എടുത്തു തന്നിരുന്നത്. പ്രഗത്ഭനായ വക്കീൽ, ഷാർപ്പാണ്. എന്ന് വെച്ചാൽ ഈ വക്കീലന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നല്ല വക്കീലന്മാരെ അവർ കേസിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ അകത്തുനിന്ന് അവരിങ്ങനെ എടുക്കും. അങ്ങനെ കേസ് പഠിച്ചിട്ട് വന്നിട്ടില്ല, അവരെടുക്കും. അങ്ങനെ എടുത്തുന്ന ഒരു വക്കീലാണ്. അപ്പോൾ അദ്ദേഹം അപ്രോച്ച് ഒരുപക്ഷെ വേറൊരു വക്കീലിൻ്റെ അപ്രോച്ച് ആയിരിക്കത്തില്ല. അപ്പോൾ അദ്ദേഹം അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, അവിടെ ഹൈക്കോടതി കൊണ്ട് കൊടുത്തിരിക്കുന്ന അപ്രോച്ച് ജഡ്ജിന് പ്രഥമ ദൃഷ്ടിയാ തൃപ്തികരമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നോട്ട് അറസ്റ്റ് നൽകിയത്. ഓർക്കണം, ഇത്രയേറെ വിവാദമായ ഈ ആളുകളെ കാത്തിരിക്കുന്ന ചാനലുകൾ നോക്കുന്ന പത്രത്തിൽ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമ ദൃഷ്ടിയ ഈ രണ്ടു ഭാഗവും വിശദമായി കേൾക്കണമെന്ന് തോന്നി 15-ാം തീയതിയിലേക്ക് ഡേറ്റ് വെച്ചു. അപ്പോൾ ഈ 15-ാം തീയതി വരുന്ന ഡേറ്റിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീലായ രാജീവിനും പ്രോസിക്യൂഷനും ഇനി ഇരയ്ക്ക് വക്കീലുണ്ടെങ്കിൽ അവർക്കും വിശദമായി സംസാരിക്കാം. എനിക്കൊന്നും അവർ കഴിഞ്ഞ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ അവർക്ക് വിശദമായി സംസാരിക്കാം. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പം ഒന്നും ബലാത്സംഗമല്ല എന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊരു മാറ്റം വരുത്തേണ്ട സാഹചര്യം. ഗർഭചിത്രമാണ്. ആ ഗർഭചിത്രവും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടുകാരൻ മരുന്ന് വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ മരുന്ന് വന്ന് വാങ്ങിയത് അവരാണ്. അപ്പോൾ മരുന്ന് കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് അവിടെ ഒന്നും വാങ്ങേണ്ടതില്ല. ഇത് നമ്മൾ 2 ദിവസം മുമ്പ് ഒരു ചർച്ച പറഞ്ഞതാണ്. അപ്പം ഇത്യാദി കാര്യങ്ങൾ വ്യക്തമായി കോടതിയെ ബോധ്യപ്പെട്ടാൽ ഈ 2 കേസും നിലനിൽക്കണമെന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിൽ ഇതുവരെയുള്ള കേസുകളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി പ്രഥമ ദൃഷ്ടിയ ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നിടത്ത് മാത്രമേ നോട്ട് അറസ്റ്റ് കൊടുക്കൂ. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു കീഴ്വഴക്കമാണ്. അതെ, ഒരു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്തൊരു വൈരുദ്ധ്യമാണ്. അതേസമയം തന്നെ പിണറായി പറയാണ് ഒളിവിൽ വെച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്, കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളാണ്. ഇതെന്തും തമ്മിൽ ഇവർ കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു കേസിൽ അറസ്റ്റ് ഇല്ല എന്നതാണ് കീഴ്വഴക്കമെങ്കിൽ പിന്നെ ഒളിവിൽ വെച്ചിരിക്കുന്നതിനെ കുറിച്ച് ഇവർ തന്നെ വേവലാതിപ്പെടുന്നത്. പിന്നെ ഇവരെന്തിനാണ് കർണാടകയിലും എല്ലായിടത്തും പരിശോധിക്കുന്നത്? അപ്പം ഇവർക്ക് കിട്ടാതെ വന്നപ്പോൾ ഇവർ വിചാരിച്ചതുപോലെ ഇവർക്ക് പ്രതിയെ കിട്ടിയില്ല. നാണക്കേടായപ്പോഴത്തേക്കും പറയാണ് ഇത് കീഴ്വഴക്കമാണ്. ഇതാണ് പറയുന്നത്. ആ കീഴ്വഴക്കം യഥാർത്ഥത്തിൽ ആ കീഴ്വഴക്കം ആർക്കാണെന്നറിയാമോ? പൊളിറ്റിക്കൽ പ്രിവിലേജ് ഉള്ളവർക്ക് ആ കീഴ്വഴക്കത്തിന് ഗുണം കിട്ടും. ഇപ്പം സിദ്ദിഖിന് ആ കീഴ്വഴക്കത്തിന് ഗുണം കിട്ടി. സിദ്ദിഖിൻ്റെ മേൽ സുപ്രീം കോടതി വരെ പോകാൻ ഇവർ കാത്തിരുന്നു. അത്തരത്തിൽ വിജയബാബുവിന് ആ കീഴ്വഴക്കത്തിന് ഗുണം കിട്ടി. അപ്പം പൊളിറ്റിക്കലായിട്ടൊരു മോട്ടീവ് ഒരു വിഷയത്തിലില്ലെങ്കിൽ ആ കീഴ്വഴക്കത്തിൻ്റെ ഗുണം കിട്ടും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് കീഴ്വഴക്കത്തിന് ഗുണം കിട്ടില്ല. രാഷ്ട്രീയക്കാരനാണെന്ന് മാത്രമല്ല കോൺഗ്രസ്സുകാരനാണ്. ഇവിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും കാണേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിയുടെ നോട്ടപ്പുള്ളികളിൽ ഒരാളാണ്. നിരന്തരം പിണറായി സഭയിലും പുറത്തും വിമർശിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു കലിപ്പ് കൂടിയുണ്ട്. അപ്പോൾ രാജ്മോഹൻ ഇവിടെ ഹൈക്കോടതിയിൽ നിന്നും ഇയാൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത 99% ഉണ്ട്. അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് തിങ്കളാഴ്ച ജാമ്യം കിട്ടും. അതുകൊണ്ട് രണ്ടാമത്തെ കേസ് ക്ലോസ് ആവും.
ആദ്യത്തെ കോടതിയിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട കേസിൽ 15-ാം തീയതി ഹൈക്കോടതി കേസ് പരിഗണിക്കും. ഇതാണ് അതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അന്ന് 15-ാം തീയതിക്ക് മുമ്പ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ തന്നെ, നോട്ട് അറസ്റ്റ് ഉണ്ടെങ്കിൽ പോലും. അതായത് ഇന്നത്തെ അവസ്ഥ പറഞ്ഞാൽ പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാം. കാരണം രണ്ടാമത്തെ കോടതിയിൽ തിങ്കളാഴ്ച കേസ് അറസ്റ്റ് കൊടുത്തിട്ടില്ല. ഹൈക്കോടതി മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കേസിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന തിങ്കളാഴ്ച തീരുമാനം ഉണ്ടാകുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താൽ സംഭവിക്കുന്നത് ഒരു മജിസ്ട്രേറ്റ് കോടതി കൊണ്ടുപോകും. മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യാൻ പറയും. മജിസ്ട്രേറ്റ് കോടതി രണ്ടാമത്തെ കേസിൽ, ആദ്യത്തെ കേസിലല്ല. ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, 15-ാം തീയതി പറ്റത്തില്ല. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ ഒരു തടസ്സവുമില്ല. അപ്പം ഇവിടെ കൊണ്ടുവന്നാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനാവും കോടതിയെ കൊണ്ടുപോയാൽ മതി. 24 മണിക്കൂർ പോലീസ് കസ്റ്റഡിയും അവിടെ ബഹളവും ചാനലുകളും ക്യാമറയും മാങ്കൂട്ടം മാത്രമായിരിക്കും. എല്ലാവരും അത് നോക്കിയിരിക്കും. തെരഞ്ഞെടുപ്പിനെ വല്ലാതെ ഹൈജാക്ക് ചെയ്യും. അത് മാത്രമല്ല, അതിനുശേഷം കൊണ്ട് മജിസ്ട്രേറ്റ് കോടതി കൊണ്ട് ഹാജരാക്കിയാൽ മജിസ്ട്രേറ്റ് കോടതി കൊണ്ട് ഹാജരാക്കുന്നത് മിക്കവാറും രാത്രി വീട്ടിലായിരിക്കും. കോടതി റിമാൻഡ് ചെയ്യാൻ പറയും. റിമാൻഡ് ഇട്ടതിന് ശേഷം മാത്രമേ പിന്നെ ഇവർ കസ്റ്റഡിയും മാത്രമല്ല ജാമ്യം എവിടെ കൊടുക്കേണ്ടത് അതേ കോടതിയിലാണ് ആദ്യം ജാമ്യം കൊടുക്കേണ്ടത്. ഈ അനുവദിച്ച കോടതി അത് ഒരാളെ ഒരു കേസിൽ പ്രതി ജയിലിലായാൽ ആ പ്രതിക്ക് വേണ്ടി നമ്മൾ ആദ്യം അപേക്ഷ കൊടുക്കേണ്ടത് ഏത് കോടതിയിലാണോ ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ആ കോടതിയിലാണ് ജാമ്യാപേക്ഷ കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പം അഡീഷണൽ ചീഫ് ACJ ഉള്ളത്. അത് കഴിഞ്ഞ് ആ ജാമ്യം തള്ളിക്കളഞ്ഞാലേ സെഷൻസ് കോടതി പോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഹൈക്കോടതി പോകും. അതുകൊണ്ട് ജയിലിലായി കഴിഞ്ഞാൽ താമസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ 2 ദിവസം, അതായത് ഈ പറയുന്ന തിങ്കളാഴ്ച വരുന്നത് വരെ പുറത്തു വരാൻ സാധ്യമല്ല. ഇനി തിങ്കളാഴ്ച പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇയാളുടെ രണ്ടാമത്തെ കേസിൽ ജാമ്യം അനുവദിച്ചു എന്ന് കരുതുക. 99% അനുവദിക്കും. അനുവദിച്ചാൽ പുറത്തിറങ്ങാമോ? ഇതാണ് ചോദ്യം. പുറത്തിറങ്ങാൻ തടസ്സമൊന്നുമില്ല. 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ഹൈക്കോടതി ഉത്തരവിരിക്കുന്ന കാരണം ഈ പറയുന്ന തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര, 8-ാം തീയതി 8-ാം തീയതി പുറത്തിറങ്ങിയാൽ ഒന്നും സംഭവിക്കത്തില്ല. 15-ാം തീയതി ഹൈക്കോടതി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി പുതിയൊരു കേസ് ഇട്ടിട്ട് അറസ്റ്റ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. കാരണം ഇത് മനഃപൂർവ്വമാണെന്ന രീതിയിൽ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇറങ്ങുമോ? ഇതാണ് ചോദ്യം. ഞാൻ കരുതുന്നതും ഞാൻ ഉപദേശിക്കുന്നതും, ഇത് എന്നെ കേൾക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് ഞാൻ ഉപദേശിക്കുന്നതും പുറത്തിറങ്ങരുതേ എന്നാണ്. കാരണം രാഹുൽ വളരെ സേഫായ ഒരു സ്ഥലത്തായതുകൊണ്ടാണല്ലോ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത്. ഇവർ ഈ ചാനലുകൾ ബാംഗ്ലൂരിലാണെന്നും റിസോർട്ടിലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു റിസോർട്ട് പോയി താമസിക്കാൻ മാത്രം വിഡ്ഢിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം റിസോർട്ടിൽ ആരൊക്കെയാണ് വരുന്ന അറിയാൻ പറ്റൂ. എത്രയോ പേര് വരുന്ന സ്ഥലമാണ്. അവിടെ നമ്മളെ തിരിച്ചറിയുന്ന എത്രയോ പേര് കാണും. ഞാൻ ഒളിവിൽ പോയ സമയത്ത് ഒളിവിൽ പോയ സമയത്ത് എനിക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്നെ കൊണ്ട് ആക്കിയത് ഒരു റിസോർട്ടിലായിരുന്നു. റിസോർട്ടിൽ ചെന്നു, കേരളത്തിലൊന്നുമല്ല, വേറൊരു സംസ്ഥാനത്താണ്. ആ റിസോർട്ടിൽ പോയി ഞാൻ താമസിച്ചില്ല. റിസോർട്ടും പരിസര പ്രദേശം കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാനില്ല, സേഫ് അല്ല എന്ന് പറഞ്ഞു. അതങ്ങനെ തോന്നി അപ്പോഴാണ്. അപ്പൊ എനിക്ക് അവിടുത്തെ ആ റിസോർട്ടിന്റെ ഒരു ബഹളവും ആളും ആരെ വരും നമുക്കറിയാൻ പറ്റുമോ? മലയാളികളില്ലാത്ത സ്ഥലമാണ്. പക്ഷെ മലയാളികൾ വരൂ നമുക്ക് പറയാൻ പറ്റുമോ? മലയാളില്ലാത്ത സ്ഥലമില്ലല്ലോ, എവിടെ ഏത് നിമിഷം കടന്നു വരാം. അപ്പം ഇതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒളിവിൽ താമസിക്കാൻ പോകുന്ന ഒരുത്തൻ താമസിക്കത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരൂ എന്ന് പറയുന്ന ഒരു ഉത്തരവ് കോടതി ഇട്ടിട്ടില്ല. നിലവിൽ അങ്ങനെ ഒന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുണ്ട്. അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയാൽ കോടതിക്ക് അവനെ പിടികിട്ടാപ്പള്ളിയായി പ്രഖ്യാപിച്ച് അവനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതുകൊണ്ട് കേരളത്തിന് പുറത്തു പോയി ഒരാൾ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പരിമിതമാണ്. അതായത് വേണമെങ്കിൽ ഈ ഫോഴ്സ് ഉപയോഗിച്ച് പിടിച്ചുകൊണ്ട് വരാം. അതായത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിടത്തിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ 2-3 പേരുണ്ടെന്ന് കൂട്ടുക, അവർ പോലീസ് സംഘം വളഞ്ഞിട്ട് പിടിച്ചോണ്ട് വരാം. അവിടുത്തെ പോലീസിന്റെ പെർമിഷൻ വാങ്ങിക്കേണ്ട കാര്യം, അവിടുത്തെ പോലീസിന് പെർമിഷൻ മേടിക്കേണ്ട കാര്യമില്ല, പിടിച്ചോണ്ട് പോരാം. ഇവിടെ നിന്നെല്ലാം കൊണ്ടുവരാറുണ്ട്. പക്ഷേ നിയമപരമായി അവിടുത്തെ പോലീസിനെ കൂട്ടി അവരുടെ സഹായത്തോടു കൂടി പിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ പോലീസ് ഇടപെടണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് ഇവിടെ ഇന്ന കർണാടക പോലീസിന്റെ ഇന്നടത്ത് ഒളിവിലിരിക്കുന്നവനെ നിങ്ങൾ പിടിച്ചു കൊടുത്തു എന്ന് ഉത്തരവ്, അല്ലെങ്കിൽ ലുക്കൗട്ട് നോട്ടീസ് കൊണ്ട് ചെല്ലണം. എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം. അല്ലാതെ കർണാടക പോലീസിന് ഇത് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഒരിക്കലും
ഒരു കാരണവശാലും ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ തീർക്കാൻ വേണ്ട വിഷയത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പോലീസ് സഹകരിക്കത്തില്ല എന്ന് മാത്രമല്ല, കർണാടക ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ്. തെലങ്കാന. അപ്പോൾ കർണാടകയിലെ പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും അവനെ സംരക്ഷിക്കാൻ. ചിലപ്പം പോലീസിന്റെ സംരക്ഷണയിൽ ഏതെങ്കിലും മന്ത്രിയുടെ വീട്ടിലായിരിക്കും. പല മലയാളി മന്ത്രിമാരുണ്ട് കർണാടകത്തിൽ. മന്ത്രിയുടെ വീട്ടിൽ കയറി പിടിക്കാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തെ ഒരു മന്ത്രിയുടെ വീട്ടിൽ കയറി പിടിക്കാൻ പറ്റത്തില്ല, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പിടിക്കാൻ പറ്റത്തില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇവരുടെ ഒരു ഈ പത്രങ്ങളിലും ചാനലിലും വരുന്ന വാർത്തകൾ പോലല്ല സത്യം. യാഥാർത്ഥ്യം ഒരിക്കലും അങ്ങനെയല്ലല്ലോ സംഭവം, ഒരിക്കലും അല്ല അങ്ങനെയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്ത് വരരുതേ എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, തൽക്കാലം രാഹുൽ സേഫാണല്ലോ. കാരണം രാഹുൽ ഇപ്പോൾ ഈ ഇത്രയും പോലീസ് വളഞ്ഞു പിടിക്കാൻ നോക്കിയിട്ടും രാഹുലിന് 10 ദിവസമായി. അപ്പൊ രാഹുലിനെ ഒരാഴ്ച അങ്ങോട്ട് നിൽക്കുന്നതുകൊണ്ട്, ഈ ഒരാഴ്ച കൊണ്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ടെൻഷൻ വേണ്ട. കാരണം ഇപ്പോൾ എഫക്റ്റീവ്ലി പിടികൂടിയാലും, കാരണം കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉള്ളത് കൊണ്ട് രാഹുലിനെ പിടികൂടിയാൽ അവിടെ വന്ന് പിടിക്കാനും അവർക്ക് തപ്പാനും പറ്റത്തില്ല. അങ്ങനെ ഗുണമുണ്ട്. അതായത് ഹൈക്കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉണ്ട്, ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ജാമ്യം ഉണ്ടെങ്കിൽ കേരള പോലീസിന് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. കേരളത്തിന് പുറത്ത് ഇന്നത്തെ കാര്യം ഇതിനൊക്കെ കണക്ക് വേണ്ടേ? അപ്പോൾ ഇപ്പൊ രാഹുലിനെ പിടിക്കാനാകുമ്പോൾ പ്രത്യേക സ്ക്വാഡിന് ബാംഗ്ലൂർ പോകാം. അറസ്റ്റ് വാറണ്ട് ഇല്ലാത്തപ്പോൾ എങ്ങനെ പോകും? കോടതി നോട്ട് അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ സേഫാണ്. അതായത് ആരും അവിടോട്ട് പോകാനും പോകുന്നില്ല, തപ്പാനും പോകുന്നില്ലാത്ത സ്ഥിതിയാണ്. തിങ്കളാഴ്ചത്തെ കേസിന്റെയും കൂടെ കാര്യം എന്താണ്? തിങ്കളാഴ്ച കഴിഞ്ഞാൽ. പക്ഷേ 15-ാം തീയതി അഥവാ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ 99.9% നിഷേധിക്കപ്പെടത്തില്ല. നിഷേധിക്കപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെടാൻ വയ്യാതാവും. തിരിച്ചു വന്നാൽ, രാഹുൽ ഇപ്പോൾ തിരിച്ചു വന്നെന്ന് വെച്ചോളൂ, തിരിച്ചു വന്നാൽ 15-ാം തീയതി ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ പിന്നെ രാഹുൽ രക്ഷപ്പെടാൻ കഴിയാതെ സുപ്രീം കോടതി പോകേണ്ടി പുറത്തിറങ്ങിയാൽ. രാജ്മോഹൻ അങ്ങനെയല്ല പറയുന്നത്. രാജ്മോഹൻ അതിന് പോയിന്റ് പിടിയിട്ടില്ല. അതായത് ഇപ്പോ ഈ തിങ്കളാഴ്ച തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ കിട്ടുന്നത് കരുതുക. രണ്ടാമത്തെ കേസിൽ അപ്പൊ 15-ാം തീയതി വരെ അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അയാൾ തിരിച്ചു വന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യത്തില്ല. അയാൾക്ക് വേണേൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന് പോവാം, അയാൾക്ക് വീട്ടിൽ നിന്ന് അമ്മയെ കാണാം, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ 15-ാം തീയതി ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയാൽ, അതാണ് മനസ്സിലായി. ഇപ്പൊ നോട്ട് അറസ്റ്റേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ അയക്ക് കൊടുത്തിരിക്കുന്നത് നോട്ട് അറസ്റ്റ്, മുൻകൂർ ജാമ്യാപേക്ഷയാണ്. ജാമ്യാപേക്ഷ 15-ാം തീയതി പരിഗണിക്കുന്നു. 15-ാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നിനക്ക് ജാമ്യം ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവനെ അറസ്റ്റ് ചെയ്യാം. ഇവൻ ഇവിടെ വന്നിട്ട് എപ്പം മുങ്ങിയാലും ഇവനെ അവർ അപ്പൊ ആ അർത്ഥത്തിൽ അവൻ ഈ 15-ാം തീയതി തീരുമാനം ആവുന്നത് വരെ വരാതിരിക്കുന്നതാണ് സേഫ്. അതാണ് ബുദ്ധി. അങ്ങനെ വന്നാൽ പിന്നെ പോയി. അപ്പൊ അതുകൊണ്ട് അവന് സുപ്രീം കോടതി വരെ പോകാനുള്ള സാവകാശവും സമയം കിട്ടും. അതുകൊണ്ട് ഏറ്റവും സേഫ് ആയിരിക്കുന്ന പരിപാടി വരാതിരിക്കുക. ഇനി അതാണ് ഇതാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, കേസുമായി ബന്ധപ്പെട്ട്. ഏതായാലും രാഹുല് കഴിഞ്ഞ ദിവസത്തോടു കൂടി കോൺഗ്രസ് ഇന്നിപ്പം പുറത്തായിരിക്കുകയാണ്. ഇപ്പം നേരത്തെ കോൺഗ്രസ് പാർട്ടി കാത്തിരുന്നത് ഇവിടുത്തെ കോടതിയുടെ ഇയാൾക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇനി അങ്ങോട്ട് എന്തായിരിക്കും സംഭവിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കുഴപ്പം നമ്മൾ മുമ്പ് സൂചിപ്പിച്ച മാതിരി, ഒരുത്തം വീണാൽ അവനെ എറിഞ്ഞു കൊല്ലാൻ നോക്കുന്നതാണ്. ഇപ്പൊ ഇവരെല്ലാം കൂടി രാഹുലിന്റെ ശവണക്കൊഴിയെ ബാക്കിയെല്ലാം പോകുന്നു. ഞാനത് കഴിഞ്ഞ വീഡിയോ ചെയ്തു, മറ്റേ ശവണക്കിന് മുമ്പ് കണ്ണു തുറന്നെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കി കോൺഗ്രസ് പാർട്ടി എന്താണ് ചെയ്യേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടുപിടിക്കണം. ഏത് ആരോപണം നിങ്ങൾ ആലോചിക്കും, പത്മകുമാറിന്റെ കാര്യം മാത്രം ആലോചിക്കും. ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ട് പാർട്ടിയുടെ ഒരു അച്ചടക്ക നടപടി, രണ്ടാമത്തെ കുറ്റകൃത്യവും അയാളുടെ മേൽ ചുമത്തി വീണ്ടും, എന്നിട്ട് പറയാണ് അയാൾ അക്യൂസ്ഡ് മാത്രമാണ്, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇവരുടെ നിലപാട്. ജില്ലാ കമ്മിറ്റി മാർക്സ്വാദിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നടപടിയാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാഹുലിനെതിരെ ആദ്യം ഒരാരവ് ഉണ്ടാവുന്നു. ഒരു പെണ്ണ് രംഗത്ത് വരുന്നു, ഒരാരവ് ഉണ്ടാവുന്നു. ആ ആരവ് ഉണ്ടായപ്പോൾ ഇവരെ അതിൻ്റെ അകത്ത് ഞങ്ങൾ എന്ത് ചെയ്ത് വെറും ആരവണ്, എവിടെയെങ്കിലും പരാതി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കണമായിരുന്നു. പരാതി വരുന്നു, രാഹുലിൻ്റെ പരാതി വരുന്നു, കേസ് കൊടുക്കുന്നു. അപ്പോഴായിരുന്നു രാഹുലിൻ്റെ മേൽ ആദ്യത്തെ അച്ചടക്ക നടപടി, സസ്പെൻഷനും അല്ലെങ്കിൽ എന്താണ് യൂത്ത് കോൺഗ്രസ് സാധനമൊക്കെ, അതൊക്കെ പടിപടിയായിട്ട് കഴിഞ്ഞു. ഒരിക്കലും പുറത്താക്കരുതായിരുന്നു. അങ്ങനെ അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി ആക്ഷൻ എടുത്തു. എന്താണ് കോൺഗ്രസ് പാർട്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ആദ്യം തന്നെ എടുത്ത് മാറ്റിയപ്പോഴാണ് ഇതിന് വാർത്താ പ്രാധാന്യം വന്നത്. അത്രേ ഉള്ളൂ. ഈ ആരോപണം ഉണ്ടായപ്പോൾ ഇയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇത് ഇത്രയും ചർച്ചയാവത്തില്ല. അതോടെ കോൺഗ്രസ് പാർട്ടിക്കും വിശ്വാസമാണ് ഇയാൾ കുഴപ്പക്കാരനാണ് എന്ന് വിശ്വാസം. കോൺഗ്രസ് നേതാക്കളും പലരും ഇയാൾക്കെതിരെ പരസ്യം ചെയ്തു, വെറും ആരോപണം ഉണ്ടായി. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഇയാളെ മാറ്റിയത് വളരെ നേരത്തെ ആയിപ്പോയി.
അത് മാറ്റേണ്ടിയിരുന്നത് എപ്പോഴായിരുന്നു അറിയാമോ? അയാളെ സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുകയും ചെയ്ത് ഇയാളുടെ മേൽ കേസെടുക്കുമ്പോഴായിരുന്നു. അപ്പോൾ മുമ്പ് തന്നെ അത് ചെയ്തു കഴിഞ്ഞു. അങ്ങനെ കേസെടുക്കുമ്പോൾ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇനി ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുകയും ചില അനുകൂല പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിൽ പിടിച്ച് ഇയാളെ ഇനി തിരിച്ചു കൊണ്ടുവന്നതിനെ പോലും ഇയാളെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകാമായിരുന്നു. ഇപ്പൊ ഇയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഫലത്തിൽ കോൺഗ്രസിൽ ഇല്ലല്ലോ, കോൺഗ്രസ്സുകാരനല്ല. അല്ല, അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സാധാരണ മനുഷ്യർക്കിടയിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു വികാരമാണ്. അയാളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അയാളുടെ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, അയാൾ കുറച്ചുകൂടി അച്ചടക്കത്തോട് പെരുമാറേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇയാൾ ഇത്രമാത്രം കല്ലെറിഞ്ഞ് കൊല്ലാൻ മാത്രമാണ് ഒരു ക്രിമിനൽ തോന്നൽ സാധാരണ ജനങ്ങൾക്കില്ല. രാഹുൽ തെറ്റ് ചെയ്തു, ആ തെറ്റിന് രാഹുലിന് കിട്ടാവുന്ന വലിയ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അയാളെ കൊന്നു കുഴിച്ചു മൂടണം എന്ന വാശി സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കില്ല. എന്നാൽ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അതാണ് അതിന്റെ പ്രശ്നം. കോൺഗ്രസിൽ എപ്പോഴും ഒരാൾക്ക് ഒരു ആപത്ത് സംഭവിച്ചാൽ പിന്നെ അവനെ ചവിട്ടി കൂട്ടുക എന്നുള്ളതാണ് രീതി. ആ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അപ്പം ഈ വികാരം കോൺഗ്രസിന് ദോഷം ചെയ്തു. അതായത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ദോഷം ചെയ്യും. അതായത് നിങ്ങൾ അണികൾ ₹1 പ്രതിഫലം കിട്ടുന്നല്ല കോൺഗ്രസ് പ്രവർത്തനം. ഇവൻ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചാൽ പോലും ആകപ്പാടെ കിട്ടുന്ന കേസാണ്. ആകപ്പാടെ കോൺഗ്രസിൽ പ്രവർത്തിച്ചാൽ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് CPM-ലാണ് എന്തൊക്കെയോ പ്രതിഫലമുണ്ട്. പ്രതിഫലമുണ്ടെന്ന് മാത്രമല്ല നമ്മുടെ കേസ് വന്ന പാർട്ടി കേസ് നടത്തും, കോൺഗ്രസ് കേസ് നടത്തില്ല. CPM-ലാണ് എന്തെങ്കിലുമൊക്കെ പദവി കിട്ടുന്നത്. ഇത് പദവിയും കിട്ടത്തില്ല, കേസുമായിട്ട് നമ്മുടെ ജീവിതം പോകും. ഇവിടെ നീ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ നിന്നെ ഞങ്ങൾ ചവിട്ടി വീഴ്ത്തും, നീ നോക്കിക്കോണം എന്ന അവസ്ഥയിലേക്ക് മാറുവാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന തരത്തിലുള്ള ഇടപാടായി പോയത്. അപ്പോൾ ഹൈക്കോടതിക്ക് ഇത് പ്രഥമ ദൃഷ്ടിയാ ഇതൊരു കുറ്റകൃത്യമല്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അറസ്റ്റ് തടയുന്നത്, നോട്ട് അറസ്റ്റ് വന്നത്. അപ്പോൾ ഇനി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചാൽ അതിനർത്ഥം ഇയാളുടെ മേൽ ഹൈക്കോടതിക്ക് ഒരു കരുണ തോന്നി എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് ആ കരുണ തോന്നിയില്ല. കോൺഗ്രസ്സുകാർ ആരൊക്കെയോ പറയുന്നത് കേട്ട ഉടൻ തന്നെ ചാടിയിറങ്ങി മത്സരിച്ചു, നേതാക്കൾ തമ്മിൽ മത്സരിച്ചു. ഞാനാണോ അവനാണോ ഇവരെ ചവിട്ടുന്നതിന് മുമ്പിൽ. അല്ല, മാത്രമല്ല ഈ വിഷയം നടക്കുന്ന സമയത്ത് പോലും അണികൾ പലരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ആവശ്യപ്പെട്ടു രാഹുൽ അവിടെ പ്രചരണം ചെല്ലണോ എന്നുള്ളത്. അതാണല്ലോ പാലക്കാട്ടക്കപ്പള്ളി പോയത്. ആണ്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുമ്പോഴും അയാൾക്കുള്ള ശിക്ഷ കൂടിപ്പോയി എന്നാണ് സാധാരണ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല ഇതിൽ പലരും പകൽമാന്യന്മാരാണ്. എത്ര പേരെ ലിസ്റ്റ് എടുക്കാമെങ്കിൽ പിന്നെ ഇതിൻ്റെ സമയം കാണുള്ളൂ. പകൽമാന്യന്മാർ മാത്രമല്ല, ഞാനൊരു ഒരു ഗ്രൂപ്പിലെ ചർച്ച കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഭയങ്കര രസമുള്ളൊരു തോന്നൽ, സരിതയുടെ കത്തിൽ പേര് വരാത്ത ഏത് നേതാവുണ്ടായിരുന്നു? ഹൈബീഡനുണ്ട്, KC വേണുഗോപാലുണ്ട്, അടൂർ പ്രകാശുണ്ട്. ഈ അടൂർ പ്രകാശ് ആരാണ്? UDF കൺവീനർ. KC വേണുഗോപാൽ ആരാണ്? കോൺഗ്രസിൻ്റെ സർവ്വതും. ഇവരെല്ലാം, ഉമ്മൻചാണ്ടിയുണ്ട്. ഇവരെല്ലാം സരിതയുടെ കത്തിൽ പേര് വന്നവരും സരിത പലപ്പോഴായി ലൈംഗിക പീഡനം നടത്തി എന്നതിൻ്റെ പേരിൽ കേസെടുക്കപ്പെട്ടവരുമാണ്. അന്വേഷണ കമ്മീഷനിൽ പെട്ടു, കേസെടുത്തു, ക്രൈംബ്രാഞ്ച് എടുത്തു, CBI എടുത്തു, SIT എടുത്തു. ഇവരാരെങ്കിലും പുറത്താക്കിയിരുന്നു? മുരളീധരന്റെ പേരിൽ ഉന്നതാൻ പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞാണ് ഇവരെ ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു? അപ്പോൾ ഇനി ബലാത്സംഗ കേസിൽ പ്രതികളായി ജയിലിൽ കിടന്ന 2 പേര് നിയമസഭാ കക്ഷികളുണ്ട്. കേസെടുത്തിരുന്നു, നടപടിയെടുത്തിരുന്നു, പുറത്താക്കിയിരുന്നു. അപ്പോൾ എന്തിനാണ് ഈ ആവേശം? രാഹുൽ മാന്യനെന്നല്ല, ഇവിടെ ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയയും പറയുന്നത് കേട്ട് ഇവിടെ ആകെപ്പാടെ കോൺഗ്രസ് നേതാക്കളിൽ അന്തസ്സായി രാഹുലിന് വേണ്ടിയിട്ട് ഒരു നിലപാടെടുത്തെന്ന് പറയാൻ പറ്റുന്ന ഒരാൾ ഞാൻ കണ്ടത് സന്ദീപ് വാര്യർ മാത്രം. മാത്യു കുഴനാടൻ ഇതിൽ അഭിപ്രായം പറയുന്നത് ഇന്നലെ കൊണ്ടുവന്ന് എന്തൊക്കെയോ ചപ്പടാച്ചി വിളിച്ച് പറയുന്നത് കേട്ടു. ഇതുവരെ മിണ്ടാതിരുന്നു. കുഴനാടനും പറഞ്ഞു. ഇവരെല്ലാം ഒരുത്തം വീണ് കഴിഞ്ഞപ്പം എനിക്ക് പാപഭാരം കിട്ടരുത് എന്ന് കരുതി കൈ കഴുകി രക്ഷപ്പെടാൻ നോക്കി. അത് പണ്ട് കഥ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണല്ലോ, സംഭവിച്ചത് അതുപോലെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എന്താ പറയണത്, ഇങ്ങനെ നിർദാക്ഷിണ്യം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ പറ്റുന്ന ഒരു ഭീകരനല്ല, ഒരു ഭയങ്കരനല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് ശിക്ഷ കൊടുക്കുകയും വേണം. പക്ഷേ ആ ശിക്ഷ കൂടുതലാണ്. നേരത്തെ തന്നെ ഇതിനോടകം തന്നെ അത്രയും വലിയ മാനസിക സംഘർഷം, മെന്റൽ ട്രോമ, വിചാരണ നടത്താതെ രാഹുൽ മാങ്കൂട്ടത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പതിയെ കണ്ണു തുറന്ന് കാണിക്കുന്നത്. എന്തായാലും ഞാൻ വിചാരിക്കുന്ന രാഹുൽ തിരിച്ചു വരും തന്നെയാണ്. ഈ കോൺഗ്രസ് പാർട്ടിക്ക് രാഹുലിനെ കൊണ്ടു നടക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ കഥ അതാണ്, രാജ്മോഹനുണ്ട് തൻ്റെ അനുഭവം അതാണ്. എത്രയോ പേരുടെ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വീണ്ടും ഒരു തിരിച്ചുവരവ്, ഒരു എന്താ പറയുന്നത്, മടങ്ങി വരവിൻ്റെ ലക്ഷണം കാണിച്ചിരിക്കുന്നു. ആ മടങ്ങി വരവിൽ ഈ യുദ്ധത്തിൽ രാഹുലിനെ ജയിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അയാൾ കേരളത്തിലെ അപൂർവ റയർ നേതാക്കളിൽ ഒരാളാണ്. അയാൾക്ക് വീഴ്ച ഉണ്ടായിരുന്നു. ആ വീഴ്ചയൊക്കെ തിരുത്തി വളരെ മാന്യനായ, സത്യസന്ധനായ
ഒരു നല്ല നേതാവായി ഇത്തരം ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തി രംഗത്ത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അയാളെ തള്ളിപ്പറഞ്ഞവരൊക്കെ അയാളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാലം വരുമെന്ന് തീർച്ച. ദിലീപിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ. തള്ളി പറഞ്ഞാൽ പിന്നെ ചേർത്ത് പിടിക്കേണ്ട തമ്പുരാനാണെങ്കിൽ എത്രയോ തള്ളി പറഞ്ഞവർ. ഞാൻ ഇന്ന് ഒരു സാധനം വെച്ചു. മൂന്നാർ കോളേജിലെ ഒരു പ്രിൻസിപ്പള് അധ്യാപകൻ അദ്ദേഹത്തെ കുടിക്കിയത് കള്ള പരാതിയുടെ പുറത്ത് കൊടുത്തിട്ട് അവസാനം ആ പെണ്ണ് തന്നെ അതും ഓർക്കണം, സെഷൻസ് കോടതി കുറ്റക്കാരനാണെന്ന് വെച്ചാൽ ശിക്ഷിച്ചു. അതൊരു പാവപ്പെട്ട് പിടിച്ച മനുഷ്യനാണ്, കഷ്ടപ്പെട്ട് പഠിച്ച് ഈ സെഷൻസ് കോടതി വിചാരണ നടത്തി കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ശിക്ഷിച്ചു. അയാൾ നിരപരാധിയാണെന്ന് കണ്ട് ഹൈക്കോടതി വെറുതെ വിട്ടു. അപ്പോൾ അത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും കൂടി ആൾക്കൂട്ട് വിചാരണ നടത്തി കല്ലെറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഉചിതമല്ല. ചെയ്ത കുറ്റകൃത്യത്തിന് രാഹുൽ മാങ്കൂട്ടം അതിൽ കൂടുതൽ ശിക്ഷ അനുഭവിച്ചു. അതിന് വധശിക്ഷ, അത് ശരിയല്ല. അത് ഹൈക്കോടതിക്ക് മനസ്സിലായി. ഇനി വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിൻ്റെയും തെറ്റുതിരുത്തലിൻ്റെയും കാലമായിരിക്കും. ആ സമയത്ത് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് എന്നത് കോൺഗ്രസിന്റെ ഭാവിയെ, അടുത്ത ഭരണത്തെ ബാധിക്കുന്നതായിരിക്കും. നമസ്കാരം.